പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, അവളിവിടെ ഉള്ളപ്പോൾ അവളൊരു ശത്രുവിനെ പോലെയാണ് ഞാൻ കണ്ടത്. പക്ഷേ അവൾ ഇങ്ങനെ ഇവിടെ ഇല്ലാതായപ്പോൾ എനിക്ക് എന്തിനാ ഇത്രയും വേദന തോന്നുന്നത്? ഞാൻ എപ്പോഴാണ് അവളെ സ്നേഹിച്ച് തുടങ്ങിയത്? അങ്ങനെ സ്നേഹിച്ച് തുടങ്ങാൻ മാത്രം എന്തെങ്കിലും സംഭവങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോഴേക്കും ആദർശിൻ്റെ മനസ്സ് വന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല മരുമക്കൾ വീട്ടിലേക്ക് കയറി വന്നാൽ അവർ ഈ വീടിൻ്റെ വിളക്കാണെന്നാണ് പറയുന്നത്. അവർ ഇങ്ങനെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ വിളക്ക് കെട്ടുപോകുമെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. അപ്പോൾ നീ വിശ്വസിക്കേണ്ട, ഒരു ഭാര്യയുടെ ധർമ്മം എല്ലാം അവൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഭർത്താവിൻ്റെ കടമകളൊന്നും നീ ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഒന്നും ആലോചിക്കേണ്ട, നിനക്കിങ്ങനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല, അത് ഇങ്ങനെ ഒരു സംശയമായിട്ട് കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആദർശിന് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മനസ്സ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദർശ് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കണ കണ്ടുകൊണ്ട് ദേവയാനി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ എന്ത് ഈ പിച്ചും പേയും പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അല്ല, ഞാൻ പെട്ടെന്ന് നയന ഇവിടെ ഉണ്ടെന്ന് ഓർത്തിട്ട് അവളോട് ദേഷ്യപ്പെടുമായിരുന്നു എന്ന് പറയും. അപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിനക്ക് അവളോട് ദേഷ്യപ്പെടുകയാണോ പണിയെന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് പെട്ടെന്ന് തന്നെ ആദർശ് ചോദിക്കും, അമ്മ എന്തിനാ ഇപ്പോൾ വന്നതെന്ന് പറയും. അല്ല, ഞാൻ ഇതിൽ വെറുതെ വന്നതാ, അപ്പോഴാണ് നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ടതെന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നയനനെ തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെ പറയാമെന്നുള്ളൊരു ഇതാണ് കേട്ടോ ദേവയാനിക്ക്. ഞാനിങ്ങനെ നയനനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യം പറയുകയാണ് കേട്ടോ ആദർശ്. എന്തായാലും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും അവൾ ഇവിടെ വേണമെന്നുണ്ട്, മുത്തശ്ശൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാനുണ്ട്. അപ്പോൾ അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് ദേവയാനിയും പറയുകയാണ്. എന്തായാലും അവർ ഇങ്ങനെ പോയപ്പോൾ അവളെ വിളിച്ചു കൊണ്ടുവന്നില്ലല്ലോ, ഇനിയിപ്പോൾ നമ്മളായിട്ട് വിളിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ തോറ്റു കൊടുക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നീ എന്തായാലും അവളെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശിനോട്. ഞാനൊന്നും വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹം ഞാൻ തന്നെ അവളെ വിളിച്ചു കൊണ്ടുവരണം എന്നാണ് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടെന്ന് ദേവയാനിയോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തോറ്റു കൊടുക്കണ്ട എന്നുള്ളതിലാണ് കേട്ടോ. പിന്നീട് അമ്മയ്ക്ക് അവൾ പോയതുകൊണ്ട് ഇങ്ങനെ ജോലിഭാരം കൂടിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അത് വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ ദേവയാനിയോട് ആദർശ് പറയുകയാണ്. അപ്പോൾ എൻ്റെ വിഷമമൊന്നും നീ കണക്കിലെടുക്കണ്ട, അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങ് മാറിക്കോളും എന്നൊക്കെ പറയാനുണ്ട്. അപ്പം നിനക്ക് എന്തെങ്കിലും ഇങ്ങനെ അവളില്ലാത്തതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. പിന്നീട് ദേവേനെയാണെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോൾ ഉറക്കം കുറവുണ്ടോ എന്ന് ചോദിക്കും. എനിക്കിപ്പോൾ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അല്ല, നിൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് ഉറക്കം കിട്ടാത്ത പോലെയാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ അത് ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നതെന്ന് പറയാം കേട്ടോ. പിന്നീട് എന്തായാലും ദേവേനി അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം നയനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. നന്ദു ആണെങ്കിൽ ഒരു ഉഷാറുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്താ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിനക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ, ഇപ്പോൾ അതൊന്നും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നന്ദു പുറത്ത് പോകാത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് ഞാൻ പുറത്ത് പോകുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നമായിരുന്നത്, ഇപ്പോൾ പുറത്ത് പോകാതെ ഇരിക്കുന്നതായോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നീ ഇങ്ങനെ അന്നിങ്ങനെ പുറത്ത് പോയിരുന്നത് അടിയും വഴക്കുണ്ടാക്കാനാണല്ലോ, ഇപ്പോൾ അച്ഛന് പോലും ആഗ്രഹിക്കുന്നുണ്ട് നീ ഒന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്ത് പോകണമെന്ന്. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ നന്ദു പറയുന്നില്ല, നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അച്ഛനും എന്തൊക്കെയോ അറിയാം, പക്ഷേ അച്ഛനും ഒന്നും എന്നോട് പറയുന്നില്ല, നിനക്കെങ്കിലും എന്നോടൊക്കെ തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും നയന പറയുന്നുണ്ടായിരുന്നു, നീ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ നിന്നെ കാണുന്നതല്ലേ, അപ്പോൾ നീ അധികം സമയം എൻ്റെ കൂടെയല്ലേ നടന്നിരുന്നത്, അതുകൊണ്ട് അച്ഛനും അമ്മേനേക്കാളൊക്കെ കൂടുതൽ നിൻ്റെ മനസ്സ് എനിക്കറിയാൻ പറ്റും എന്നൊക്കെ നയന പറയാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയുമെന്ന് പറയുമ്പോൾ അത് അനിയുടെ കല്യാണം കഴിയട്ടെ എന്ന് നന്ദു പറയാണ് കേട്ടോ. അപ്പോൾ അതിന് അനിയുടെ കല്യാണം എന്തിനാണ് കഴിയുന്നത്, അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, അതിനിങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി പങ്കെടുക്കേണ്ട ഒരു ചടങ്ങല്ലേ, അപ്പോൾ ആ സന്തോഷം ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയൂ കേട്ടോ. ആ സമയത്ത് നന്ദുവിനോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, എന്നും ഞാൻ മറ്റുള്ളവരുടെ സന്തോഷമല്ല നോക്കുന്നത്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, എൻ്റെ സന്തോഷം ഞാൻ നോക്കാറില്ലല്ലോ, ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ നിന്നിലാണ്, അപ്പോൾ നീ ഇങ്ങനെ നിൻ്റെ പഠിത്തവും ജോലിയൊക്കെയാണ്, അത് നീ ഉഴപ്പരുത് എന്ന് പറയൂട്ടോ. അപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഇനിയിപ്പോൾ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 100% ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇങ്ങനെ അതിന് നിന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും കേട്ടോ. പിന്നീട് ആദർശിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ആദർശേട്ടൻ ചേച്ചീനെ വിളിക്കാൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിച്ചാൽ വന്നാലായി എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവാണ് കേട്ടോ. സങ്കടത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് ആദർശാണെങ്കിലും ഉറക്കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് വിളിക്കണോ
ഇനിയിപ്പോൾ ഉറങ്ങിക്കാണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നയന നിൽക്കുന്ന സമയത്ത് ആ കറക്റ്റ് സമയത്ത് തന്നെ ആദർശം അങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മനപ്പൊരുത്തമില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊരു പൊരുത്താണ്, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ വിളിച്ചല്ലോ എന്നൊക്കെ ഒന്ന് ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ആ സന്തോഷമൊന്നും ഇങ്ങനെ ശബ്ദത്തിൽ കാണിക്കേണ്ട എന്നോർത്ത് ഫോൺ എടുത്തിട്ട് ആരാന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കെന്താ എൻ്റെ നമ്പർ കണ്ടാൽ അറിയില്ലേ, ഞാൻ വിളിക്കുമ്പോൾ അറിയില്ലേ എന്ന് ചോദിക്കുക. ഓ ആദർശേട്ടനായിരുന്നോ, എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കട്ടോ. അല്ല ഇന്നലെ ഈ സമയത്ത് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയും. അപ്പോൾ ഇന്നലെ ഞാൻ എപ്പോഴാണ് വിളിച്ചതെന്നൊക്കെ നയന് ചോദിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നീ എപ്പോഴാണ് വിളിച്ചതെന്ന് തെളിയിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും. അപ്പോൾ നയന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കട്ടോ. ആ സമയത്ത് ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിക്ക് നല്ല സങ്കടമുണ്ട്, നീ അവരോടൊപ്പം തിരിച്ചു വരുന്നായിരുന്നു അവരെയും കരുതിയിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടം എനിക്ക് മനസ്സിലായി എന്ന് പറയും. പിന്നെ അതിന് പറയുന്നുണ്ടായിരുന്നു, അവർക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഇല്ലല്ലോ, എന്നോട് മുത്തശ്ശൻ തന്നെയാണല്ലോ ഇവിടെ നിൽക്കാൻ പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവരങ്ങനെയൊക്കെ പറയും, എന്നാലും അവരുടെ സങ്കടം എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അഹങ്കാരിയായിട്ടുള്ള എന്നെ എന്തിനാണ് മുത്തശ്ശനും മുത്തശ്ശിയും അംഗീകരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നയനോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതാണ് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ്, നിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ പറ്റിയതെന്ന് പറയും കേട്ടോ. അപ്പോൾ നയനയ്ക്കത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അഹങ്കാരിയായിട്ടുള്ള എന്നെ ഇങ്ങനെ വിളിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ അഹങ്കാരം തലക്കനും മാറാതെ എന്തായാലും ഒന്നും ശരിയാവില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നയനയ്ക്കത് ഇഷ്ടമാവുന്നില്ല. നയന പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ടല്ലോ, എന്തിനാ ഈ രാത്രി ഇങ്ങനെ പെണ്ണുങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, പെണ്ണുങ്ങളോ, നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഭാര്യയ്ക്ക് ചെയ്തു തരേണ്ട പല കടമകളും ഉണ്ട്, അത് ആദർശമായിട്ടും ചെയ്തു തന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആ അഹങ്കാരത്തോടുള്ള സംസാരം കേൾക്കുമ്പോൾ ആദർശിനും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ആദർശം ഇങ്ങനെ ഓരോന്ന് പറയാനുണ്ട്. അപ്പോൾ എനിക്കും ഇഷ്ടമാവാതെ പറയുന്നുണ്ടായിരുന്നു, ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കേണ്ട, വെറുതെ ശല്യപ്പെടുത്താൻ, ഇങ്ങനെ രാത്രിയിൽ ഉറക്കം കളയാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ അഹങ്കാരമുള്ള എന്നെ ഇങ്ങനെ തിരിച്ച് വിളിക്കാനും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന കോളങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം നയനയാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ട്, എത്രയും പറയണ്ടായിരുന്നു ആദർശേട്ടന് വിഷമായി കാണുമെന്നൊക്കെ ഓർക്കുകയാണ്. പിന്നീട് ആദർശാണെങ്കിലും മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, അവളെ രണ്ടും കൽപ്പിച്ചാണ്, ഇനിയിപ്പോൾ അവളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് തള്ളി നീക്കാൻ പറ്റില്ല, ഇതൊക്കെ ആരോട് പറയാനാ, ദൈവം പോലും അവളുടെ കൂടെയാണ്, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്, അവളെ കുറ്റപ്പെടുത്താനും പറ്റില്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അവൾക്ക് വേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദ്യം, അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമല്ല എന്ന് പറയും, ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ കഴിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ ആദർശിനോട് നയന. എനിക്കിപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, എന്തായാലും ആദർശേട്ടൻ കയറിയിരിക്കെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയന പോകുന്ന സമയത്ത് നയനോടാണെങ്കിലും ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട എന്ന് പറയും. അതിനിപ്പോൾ ഇവിടെ മത്സരമൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന് നയനയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ആദർശാണെങ്കിലും അകത്തേക്ക് കയറുകയാണ്. പിന്നീട് നയന നന്ദുവിനെ ചെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. നന്ദു ഉറക്കെ എണീറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ നന്ദുവിനോട് ഇങ്ങനെ ആദർശേട്ടൻ വന്ന കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയല്ലേ പറഞ്ഞത് ആദർശേട്ടൻ ചേച്ചീനെ വിളിക്കാൻ വരില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ആദർശേട്ടൻ തന്നെ എന്നെ വിളിക്കാൻ വരുമെന്ന്. അപ്പോൾ എന്തായാലും ആദർശേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ആദർശേട്ടൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു, ഞാൻ നന്ദുവിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണല്ലോ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ അതിനൊന്നും ഒരു ഇതാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് അനിത ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അനിത എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് ഞാൻ ചേച്ചീനോട് പറഞ്ഞില്ലേ എന്ന് പറയും. അതത്ര നല്ല ഫ്രണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയനയും പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. പിന്നീട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആദർശനാണെങ്കിൽ ദോശയും ചമ്മന്തിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണെങ്കിൽ ആദർശം പറയുന്നുണ്ടായിരുന്നു, ഇവളുടെ കൈപുണ്യത്തിലാണ് ഇവൾ മുന്നിലായതെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ചേച്ചി എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെയാണെന്ന് പറയും. പിന്നീട് അന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണം വിളിക്കാൻ വന്നിട്ട് ഇങ്ങോട്ട് വന്നത് ഇവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനാണ്, ഇവളില്ലാത്തതുകൊണ്ട് വയറിന് അത്ര നല്ല സുഖമില്ല എന്നൊക്കെ മുത്തശ്ശൻ ഇടയ്ക്ക് പറയായിരുന്നു എന്ന് പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിയാണ് ഇപ്പോൾ ഇവിടെ വിളിച്ചുകൊണ്ട് വരാൻ എന്നോട് പറഞ്ഞത്, മുത്തശ്ശി ആരോടും ഇങ്ങനെ ആരും കേൾക്കാതെയാണ് എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ അത് ആരോടും പറയേണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശി അങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നീ അത് ചോദിക്കാനൊന്നും പോകണ്ട, ഞാൻ ഇങ്ങനെ ആരോടും പറയില്ല എന്ന് വാക്ക് കൊടുത്തതാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശ് കള്ളാണ് പറയുന്നതെന്ന് എനിക്കും അതുപോലെ തന്നെ ഗോവിന്ദനൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആദർശിനെ വന്ന് വിളിക്കുമ്പോൾ ഒരു മടി, അപ്പോൾ അതെന്തായാലും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഗോവിന്ദനും അതുപോലെ തന്നെ നയനയും കൂടെ.
പിന്നീട് ആദർശാണെങ്കിലും നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിന് ഇപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു വിഷമമാണെന്നാണല്ലോ എല്ലാവരുടെയും സംസാരം. അപ്പോൾ അത് വെറും സംസാരമല്ല, അത് മുഖത്തു നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയാനുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് ഞാനും ചേച്ചിയും കൂടെ നടക്കാൻ വന്നപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ നയന ചേച്ചീനെ ഇങ്ങനെ കെയർ ചെയ്തില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് ഞാനിങ്ങനെ കുറച്ച് ദിവസമൊക്കെ ആദ്യം വീട്ടിൽ നിന്ന് മാറി നിന്നാലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദും ഗോവിന്ദനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും അതിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന അവിടെ നിന്ന് മാറി നിന്നപ്പോൾ തന്നെ ആദർശിന് ആ വിഷമം മനസ്സിലായതാണല്ലോ. അതിന് ശേഷം പിന്നീട് ഇങ്ങനെ നയന അങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ രുചിയെ കുറിച്ചൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയ ചമ്മന്തിക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ നയന അങ്ങനെ ഒരു ദോശയും കൂടെ ഇടട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് മതി എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ ഇത്രയൊന്നും കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരെണ്ണം കൂടുതൽ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചമ്മന്തിയും കൂടെ ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മനസ്സറിഞ്ഞിട്ടാണല്ലോ അവൾ ഓരോന്നും ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം അങ്ങനെ ആദർശ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിന് ആലോചനകൾ വല്ലതും വരുന്നുണ്ടോ എന്നിങ്ങനെ. അപ്പോൾ നന്ദു ഇങ്ങനെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.